ഇറ്റലിയിലേക്ക് പോകാനുള്ള സ്വപ്നം, ഒരു നല്ല ജീവിതം, ഒരു നല്ല ജോലി, ഒരു സേഫ് ഫ്യൂച്ചർ. പക്ഷേ ഇപ്പോൾ യൂറോപ്പിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇല്ലീഗലായിട്ട് യൂറോപ്പിലെത്താം, പിന്നെ പതിയെ സെറ്റിലാവാം. ഈയൊരു മൈൻഡ് സെറ്റ് വളരെ അപകടകരമാണ്. കാരണം ഒരു പുതിയ നിയമം, യൂറോപ്യൻ യൂണിയൻ മൈഗ്രേഷൻ ആൻഡ് അസൈലം പാക്റ്റ് ഇപ്പോൾ എല്ലാം മാറ്റാൻ പോകുന്നു. ഇതിനെ വെറും ഒരു സാധാരണ നിയമമായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കരുത്. ഇത് നിങ്ങളുടെ ഇറ്റലിയിലേക്കുള്ള യാത്രയെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിയമം. നിങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ തടയാൻ കഴിയുന്ന സിസ്റ്റം, നിങ്ങൾ എത്തിയാലോ സ്റ്റേ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഹായ്, ഞാൻ അഖില ടിബിൻ. ഇറ്റലി റിയൽ ഇൻഫർമേഷനും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും ഒപ്പം തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജും അടങ്ങിയ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു നിയമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബോർഡർ കൺട്രോൾ മുതൽ ഡിപ്പോർട്ടേഷൻ വരെ, അസൈലം പ്രോസസ്സ് മുതൽ യൂറോപ്യൻ യൂണിയൻ പൊളിറ്റിക്സ് വരെ. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെ ഉണ്ടാകും. കാരണം ഇന്നത്തെ ഒരു വീഡിയോയിനെ നിങ്ങൾ വെറും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മാത്രം കാണരുത്. ഇത് ശരിക്കും ഒരു റിയാലിറ്റി ചെക്ക് കൂടിയാണ്. ഇറ്റലി ഇത് ശരിക്കും ഒരു രാജ്യം മാത്രമല്ല, പലർക്കും ഇതൊരു സ്വപ്നം കൂടിയാണ്. നല്ലൊരു ജീവിതം, യൂറോപ്യൻ സ്റ്റാൻഡേർഡ്, ഫ്രീഡം, സുരക്ഷ. ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ഒരു രാജ്യത്തെ കാണുന്നത് ഒരവസരം എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ ഈ കാണുന്നത് പോലെ, അതായത് സോഷ്യൽ മീഡിയ കാണുന്ന യൂറോപ്പ് ലൈഫ്, അത് മുഴുവൻ കഥയല്ല. അതിന് പിന്നിൽ ഒരു റിയാലിറ്റി കൂടിയുണ്ട്, ഒരു ക്രൈസിസ് ഉണ്ട്, മൈഗ്രേഷൻ ക്രൈസിസ്. കഴിഞ്ഞ ഏകദേശം ഒരു 10-15 വർഷങ്ങളായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലും സ്ഥിരത കുറയുകയാണ്. ചില രാജ്യങ്ങളിൽ യുദ്ധം, ചില രാജ്യങ്ങളിൽ സാമ്പത്തിക തകർച്ച, ചിലയിടങ്ങളിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ. ഇങ്ങനെയെല്ലാം ആയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്, നിങ്ങൾ രാജ്യം വിട്ടു പോകണം. പക്ഷേ ഈ പറയുന്ന ഇവർക്കുള്ള വഴിയൊന്നും എളുപ്പമേ അല്ല. ഇവർക്ക് വിമാന ടിക്കറ്റില്ല, വിസയില്ല, നിയമപരമായിട്ടുള്ള ഒരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുത്ത വഴി ഇല്ലീഗൽ റൂട്ട്, കടൽ വഴി, ചെറിയ ബോട്ടുകളിൽ അപകടകരമായിട്ടുള്ള യാത്രകൾ. മെഡിറ്ററേനിയൻ സീയിൽ ഇത് ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള മൈഗ്രേഷൻ റൂട്ടിൽ ഒന്നാണ്. പലരും യാത്രയിൽ തന്നെ മരിച്ചു പോകുന്നു, ചിലരെ കാണാതെയാകുന്നു, ചിലർ മാത്രം യൂറോപ്പിൽ എത്തിച്ചേരുന്നു. പക്ഷേ ജീവിക്കാനുള്ള ഈ ഒരു ആഗ്രഹം, അത് ആ റിസ്കിനേക്കാൾ വലുതാണ്. ഇവരിൽ ഭൂരിഭാഗവും ആദ്യമായിട്ടെത്തുന്നത് ഇറ്റലിയിലാണ്. കാരണം ഇത് യൂറോപ്പിൻ്റെ എൻട്രി പോയിന്റ് തന്നെയാണ്. ഇനിയൊന്ന് ചിന്തിക്കുക, ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഇതുപോലെ വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ ഒരു രാജ്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആ രാജ്യത്തിന് എന്ത് സംഭവിക്കും? അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ചിലവ് വർദ്ധിക്കുന്നു, ഹൗസിങ്, ഹെൽത്ത് കെയർ, ജോബ് എല്ലാം പ്രഷറായിരിക്കും. ലോക്കൽ ജനങ്ങൾക്കടക്കം ടെൻഷൻ കൂടുന്നു. ഇതാണിപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി. ഈ ഒരു സാഹചര്യത്തിൽ മെലോണി സർക്കാർ ഒരു കർശന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇല്ലീഗൽ മൈഗ്രേഷൻ നിയന്ത്രിക്കാതെ പോയാൽ സിസ്റ്റം കൊളാപ്സ് ആകുമെന്ന് തന്നെയാണ്. പക്ഷേ ഇത് ഇറ്റലിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് മുഴുവൻ യൂറോപ്പിൻ്റെ പ്രശ്നമാണ്. അതിന് കാരണം ഒരാൾ ഇറ്റലിയിൽ എത്തുന്നു, പിന്നീട് ഫ്രാൻസ്, ജർമ്മനി, നെതർലൻഡ്, അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അതായത് ഈ ഒരു മൈഗ്രേഷൻ ഒരു ചെയിൻ റിയാക്ഷനാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ മനസ്സിലാക്കിയത് ഇത് ഓരോ രാജ്യവും വേറെയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, കോമൺ സിസ്റ്റം വേണം. അങ്ങനെയാണ് മൈഗ്രേഷൻ ആൻഡ് അസൈലം പാക്റ്റ് ജനിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ചെറിയൊരു നിയമമല്ല, ഇതൊരു കംപ്ലീറ്റ് ഫ്രെയിംവർക്കാണ്. ബോർഡർ കൺട്രോൾ ഉണ്ടാവും, സ്ക്രീനിങ് സിസ്റ്റമാണ്, അസൈലം പ്രോസസ്സിംഗ്, ഡിപ്പോർട്ടേഷൻ റൂള്, ഡാറ്റ ഷെയറിംഗ് അക്രോസ് യൂറോപ്പ്, എല്ലാം ഒന്നായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന സിസ്റ്റം. ഇനി ഈ ഒരു പാക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് ഉദ്ദേശിക്കുന്നത് ഇല്ലീഗൽ എൻട്രി കുറയ്ക്കുക, പെട്ടെന്നുള്ള ഡിസിഷൻ മേക്കിംഗ്, പിന്നെയുള്ളത് അസൈലം ക്ലെയിംസ് തടയുക, ജനുവനായിട്ടുള്ള അഭയാർത്ഥികൾക്ക് മാത്രം ഇനി പ്രൊട്ടക്ഷൻ നൽകുക, യൂറോപ്യൻ യൂണിയൻ കൺട്രികൾ തമ്മിൽ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നു. ഇതിൽ ശരിക്കും പൊളിറ്റിക്സ്, ഹ്യൂമാനിറ്റീസ്, സെക്യൂരിറ്റി എല്ലാം മിക്സ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വെറുമൊരു സിമ്പിൾ നിയമമായിട്ട് ഇതിനെ കണക്കാക്കരുത്. ഇനി നമുക്ക് നോക്കാം ബോർഡർ സ്ക്രീനിങ്. നിങ്ങൾ കടൽ വഴിയോ ഒരു ചെറിയ ബോട്ടിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി
നിങ്ങൾ കരയിൽ കാലുകുത്തുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടം തന്നെ തുടങ്ങുന്നു. പക്ഷെ അത് നിങ്ങൾ കരുതുന്നത് പോലെയല്ല. ഇറ്റലിയിലെത്തി, ഇനി സേഫ്, ഞാനിനി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അങ്ങനെയല്ല. ആദ്യ 7 ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. ഇതിനെ പറയുന്നതാണ് സ്ക്രീനിങ് ഫേസ്. ഈ 7 ദിവസത്തിൽ എന്താണ് നടക്കുന്നത്? ഈ കാര്യങ്ങൾ നമുക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യത്തേത് തിരിച്ചറിയൽ. നിങ്ങൾ ആദ്യം എൻകൗണ്ടർ ചെയ്യുന്നു ബോർഡർ പോലീസ് അല്ലെങ്കിൽ അതോറിറ്റീസ്. അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, എന്താണ് ഇവിടെ എത്തിയത്. ഇനി ഇവിടെ നിങ്ങൾ പറയുന്നത് മാത്രം മതിയാവില്ല. അതിന് ഗവൺമെൻറ് തന്നെ വെരിഫൈ ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റുകൾ എടുക്കും. ഈ ഒരു ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നത് ഒരു യൂറോപ്യൻ സിസ്റ്റത്തിലേക്കാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരാൾ പല രാജ്യങ്ങളിൽ ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റി ഉപയോഗിക്കുന്നത് തടയുക, മുമ്പ് യൂറോപ്പിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക, പിന്നെ സെക്യൂരിറ്റി റിസ്ക് പരിശോധിക്കുക. ഒരിക്കലും നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്താൽ അത് മുഴുവൻ യൂറോപ്പിലും ആക്സസിബിൾ ആയിരിക്കും. അതായത് ഇനി നിങ്ങളുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇനിയുള്ളതാണ് ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റി ചെക്ക്. അടുത്ത ഘട്ടം ഹെൽത്ത് സ്ക്രീനിങ്. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഹെൽത്തിൻ്റെ സേഫ്റ്റി മാത്രമല്ല കണക്കാക്കുക, പബ്ലിക് സേഫ്റ്റിക്കും കൂടി വേണ്ടിയാണ്. ഇനി അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ചെക്ക് ചെയ്യും. കൂടെ തന്നെ ഫേക്ക് ഡോക്യുമെൻസുകൾ ഉണ്ടോ എന്നുള്ള കാര്യവും. ഇനി അടുത്തത് ബോർഡർ സെൻറ്റർ സ്റ്റേ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഈ 7 ദിവസം നിങ്ങൾ ഫ്രീ അല്ല. നിങ്ങൾ താമസിക്കുന്നത് ബോർഡർ റിസപ്ഷൻ സെൻറ്റേഴ്സിലാണ്. ഇതൊരു ജയിലൊന്നുമല്ല, പക്ഷേ ഇവിടെ നിങ്ങൾ ഫുള്ളി ഫ്രീ ആയിട്ടുള്ള സ്ഥലവുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചുറ്റുപാട് ഫുള്ളി കൺട്രോൾഡ് ആയിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അതോറിറ്റീസിൻ്റെ പെർമിഷൻ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോണിറ്ററിങ്ങും ഉണ്ടാകും. ഇനി ഇവിടെ നിങ്ങൾക്ക് ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ലഭ്യമാണ്. ഫുഡ്, ഷെൽട്ടർ, മെഡിക്കൽ സപ്പോർട്ട്, അങ്ങനെ തുടങ്ങിയെല്ലാം. പക്ഷെ ഫ്രീഡം കുറച്ച് കുറവായിരിക്കും. ഇനി അടുത്തതാണ് പ്രീ സ്ക്രീനിങ് ഡിസിഷൻ. ഈ ഒരു 7 ദിവസത്തിൻ്റെ അവസാനം അതോറിറ്റീസ് ഒരു പ്രിലിമിനറി ഡിസിഷൻ എടുക്കും. നിങ്ങൾക്ക് 2 വഴികളുണ്ടാവും. അതിലെ ആദ്യത്തെ ഓപ്ഷനാണ് നോർമൽ അസൈലം പ്രോസസ്സ്. നിങ്ങളുടെ കേസ് ജെനുവൻ ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നോർമൽ അസൈലം പ്രൊസീജിയറിലൂടെ തന്നെ പ്രവേശിക്കാം. ഇനി രണ്ടാമത്തേതാണ് ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ. ഇനി നിങ്ങളുടെ കൺട്രി സേഫ് കൺട്രി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് വീക്കാണെന്ന് തോന്നിയാൽ നിങ്ങളെ ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ്സിലേക്ക് മാറ്റും. ഇതാണ് കൂടുതൽ അപകടകരം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു 7 ദിവസത്തെ സീരിയസ്ലി എടുക്കുക. കാരണം ഇവിടെ എടുത്ത ഡിസിഷൻ നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ ഡിസൈഡ് ചെയ്യും. നിങ്ങളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും, റോങ് ഇൻഫർമേഷൻ, ഫേക്ക് ഐഡൻറ്റിറ്റി, ഇവയെല്ലാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആക്കാം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് തന്നെ മാറാം. അതായത് നിങ്ങളുടെ ബോർഡർ സ്ക്രീനിങ് കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫ് തന്നെ തീരുമാനിക്കാൻ പോകുന്ന പ്രോസസ്സ്, അസൈലം പ്രൊസീജിയർ. ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ആളുകൾ അസൈലം അപേക്ഷ നൽകുന്നു, പിന്നെ ഒരു കാത്തിരിപ്പാണ്. മാസങ്ങൾ, വർഷങ്ങൾ, ചിലർക്ക് 2-3 വർഷം വരെ ഡിസിഷൻ വരാൻ എടുക്കാറുണ്ട്. പക്ഷേ ഇനി സിസ്റ്റം മാറി. ഇനി വെയിറ്റിങ്ങിൻ്റെ സമയമില്ല. പുതിയ നിയമപ്രകാരം മാക്സിമം 12 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ഡിസിഷൻ എത്തും. അതൊന്നും കൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നു. സ്റ്റേ ചെയ്യാമോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകണോ, എല്ലാം 12 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ. ഇനി ഗവൺമെൻറ് ഇതെങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു എന്ന് നോക്കാം. നിങ്ങളുടെ രാജ്യം, നിങ്ങൾ വരുന്ന രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ്. ചില രാജ്യങ്ങളെ സേഫ് കൺട്രീസ് എന്ന് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തൊട്ട് മുൻപ് ഇതിനെക്കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ നൽകിയിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇന്ത്യക്കാർ എന്ന രീതിയിൽ ഇത് നമുക്ക് എങ്ങനെ ബാധകരമാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അതിൽ വിശദമായി നൽകിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. ഇനി അടുത്തതാണ് നിങ്ങളുടെ കഥ. നിങ്ങൾ പറയുന്ന കാരണങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. നിങ്ങൾ പറയണം എന്തുകൊണ്ടാണ് രാജ്യം വിട്ടത്, എന്ത് അപകടമാണ് നിങ്ങൾക്ക് നേരിട്ടത്, ഇനി തിരികെ പോയാൽ എന്ത് സംഭവിക്കും. പക്ഷേ ഇനി നിങ്ങളുടെ സ്റ്റോറി ജെന്യുവൻ അല്ലെന്ന് അവർക്ക് തോന്നിയാൽ അതിൻ്റെ ഉത്തരം റിജക്ഷൻ ആയിരിക്കും. ഇനി വേണ്ടതാണ് എവിഡൻസ്. നിങ്ങളോട് ഇതിൻ്റെ പ്രൂഫ് ചോദിക്കും. അത് ഡോക്യുമെൻ്റ് ആയിട്ട്, ഫോട്ടോസ്, റിപ്പോർട്ട്സ്. ഇനി എവിഡൻസ് ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ കേസ് വീക്കായിരിക്കും. പിന്നെ എല്ലാ കേസുകളിലും പ്രൂഫ് ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ അതോറിറ്റീസ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി വിലയിരുത്തും. ഇനി നോക്കാം ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ്സ്. ഇവിടെ പെട്ടെന്നുള്ളൊരു ഡിസിഷൻ മാത്രമല്ല, ഇതിൽ കൂടുതൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്.
പ്രത്യേകിച്ച് സേഫ് കൺട്രി ആപ്ലിക്കൻസിന് വീക്ക് കേസുകളിൽ. നിങ്ങൾ ഫാസ്റ്റ് ട്രാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇൻ്റർവ്യൂ വേഗത്തിൽ നടക്കും, ഡിസിഷൻ വേഗത്തിൽ വരും, അപ്പീൽ സമയം കുറവായിരിക്കും. ഇതിനെക്കുറിച്ച് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമയം കുറവാണ്, തെറ്റ് ശരിയാക്കാൻ ചാൻസ് കുറവാണ്. ഇനിയുള്ളൊരു മെയിൻ ചോദ്യമാണ് റിജക്ഷൻ ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയാൽ ആദ്യം നിങ്ങൾക്ക് അപ്പീലിന് പോകാം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അപ്പീലിൻ്റെ പ്രോസസ്സ് പോലും ഫാസ്റ്റായിരിക്കും. ഡിലേ ചെയ്യാൻ വലിയ അവസരമില്ല. ശേഷം ഫൈനൽ റിജക്ഷൻ വന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡീപ്പോർട്ടേഷൻ. ഈ ഒരു ഡീപ്പോർട്ടേഷൻ എന്നത് നിങ്ങളെ നിങ്ങളുടെ രാജ്യത്തിലേക്ക് തന്നെ തിരികെ അയക്കുക. ഇനി പുതിയ സിസ്റ്റം പ്രകാരം ഡീപ്പോർട്ടേഷൻ വളരെ ഫാസ്റ്റായിരിക്കും. അതോറിറ്റീസ് റെഡിയായി തന്നെ ഇരിക്കും. ഡോക്യുമെൻ്റ് പ്രോസസ്സ് വേഗത്തിൽ തന്നെ നടക്കും. മുമ്പ് ചിലർ വർഷങ്ങളോളം സ്റ്റേ ചെയ്തിരുന്നു, ഈവൻ ആഫ്റ്റർ റിജക്ഷൻ. പക്ഷേ ഇനി ആ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇനി ഇതിൻ്റെ സത്യാവസ്ഥ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു സിസ്റ്റം ഡിസൈൻഡ് ആണ്. ആരെ സ്റ്റേ ചെയ്യാൻ അനുവദിക്കണം, ആരെ റിജക്റ്റ് ചെയ്യണം, അതിന് വേഗത്തിൽ തന്നെ തീരുമാനം ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു കേസ് ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഇറ്റലി എങ്ങനെ മൈഗ്രൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു, ബോർഡർ സ്ക്രീനിങ്, അസീലം പ്രോസസ്സ്, ഫാസ്റ്റ് ഡിസിഷൻ. ഇനി ഇവിടെ വരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇറ്റലി മാത്രം ഇത്രയും പ്രഷറിൽ കൈകാര്യം ചെയ്യണം? നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാകും. യൂറോപ്പിലേക്ക് കടൽ വഴി വരുന്നവർ ആദ്യം എത്തുന്നത് ഇറ്റലി, ഗ്രീസ്, സ്പെയിൻ മുതലായ രാജ്യങ്ങളിലേക്കാണ്. അതായത് ഈ രാജ്യങ്ങൾ ഫ്രണ്ട് ലൈൻ കൺട്രീസ് ആണ്. മൈഗ്രേഷൻ പ്രഷർ ഏറ്റവും കൂടുതലായിട്ട് നേരിടുന്നത് ഇവരാണ്. ഇനി മുമ്പ് എന്തായിരുന്നു സിറ്റുവേഷൻ? ഓരോ രാജ്യവും തങ്ങളുടെ പ്രശ്നങ്ങൾ അവർ തന്നെ ഹാൻഡിൽ ചെയ്യണം. ഇറ്റലി ഓവർലോഡ് ആയാലും മറ്റുള്ള രാജ്യങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടതില്ല. ഇതാണ് വലിയ പ്രശ്നം, ഇൻബാലൻസ്. അതാണ് യൂറോപ്യൻ യൂണിയൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവർ പറയുന്നത് മൈഗ്രേഷൻ എന്നത് ഒരു രാജ്യത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് യൂറോപ്യൻ യൂണിയൻ മുഴുവൻ ഷെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് സോളിഡാരിറ്റി മെക്കാനിസം വരുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഒരു രാജ്യം ഓവർലോഡ് ആണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ സഹായിക്കണം. പക്ഷേ ഈ ഒരു ഹെൽപ്പ് രണ്ട് രീതിയിലാണ് നൽകാൻ കഴിയുന്നത്. ആദ്യത്തേത് മൈഗ്രൻസിനെ ഏറ്റെടുക്കൽ. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ചില മൈഗ്രൻസിനെ ഏറ്റെടുക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഇറ്റലിയിൽ മൈഗ്രൻസ് അധികമാണെങ്കിൽ ജർമ്മനി, ഫ്രാൻസ്, നെതർലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ ചില ആളുകളെ അവരുടെ രാജ്യത്തേക്ക് കൂടി മാറ്റും. ഇതിന് പറയുന്നതാണ് റീലൊക്കേഷൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റലിയുടെ കുറച്ച് ബുദ്ധിമുട്ട് കുറയുന്നു, മൈഗ്രൻസിന് ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ ലഭിക്കുന്നു. പക്ഷേ ഇതിന് എല്ലാ രാജ്യങ്ങളും തയ്യാറാകണമെന്ന് കൂടിയില്ല. ഇനി അടുത്ത ഓപ്ഷനാണ് ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ ഒരു രാജ്യം മൈഗ്രൻസിനെ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് പറയുന്നത് ഒരു മൈഗ്രൻറ്റിന് ഏകദേശം 20,000 യൂറോ ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾക്ക് നൽകണം. ഇനി ഇതെന്തിനാ? മൈഗ്രൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ. അവരുടെ അക്കോമഡേഷൻ, ഫുഡ്, സെക്യൂരിറ്റി, പ്രോസസ്സിങ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോസ്റ്റാണിത്. ആ ചിലവെല്ലാം ഷെയർ ചെയ്യാൻ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആളുകളെ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പണം നൽകണം. ഇനി ഈ ഒരു സിസ്റ്റം എല്ലാവർക്കും ഇഷ്ടമായിട്ടൊന്നുമില്ല. അതായത് ചില രാജ്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ മൈഗ്രൻസിനെ സ്വീകരിക്കില്ല, ഞങ്ങൾ പണവും നൽകാൻ തയ്യാറാവില്ല. പ്രത്യേകിച്ച് ചില ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഈ സിസ്റ്റത്തിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഇറ്റലി, ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട് ഇത് ഫെയർ ആണ്, ഞങ്ങൾക്ക് മാത്രമേ ഈ ഒരു ബേർഡൻ എടുക്കാൻ പറ്റില്ലെന്ന്. ഇനി നിങ്ങളൊരു മൈഗ്രൻ്റ് ആണെന്ന് കരുതുക. ഈ ഒരു സിസ്റ്റം നിങ്ങളെ എങ്ങനെ ബാധിക്കും? നിങ്ങൾ ഇറ്റലിയിൽ എത്തിയാൽ നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണമെന്നില്ല. നിങ്ങളെ മറ്റൊരു യൂറോപ്യൻ രാജ്യത്തേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇറ്റലിയിൽ തന്നെ തുടരാം, പക്ഷേ പ്രോസസ്സിംഗ് എല്ലാം ഇനി ഫാസ്റ്റായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇതിലും വലിയൊരു ഗ്രൂപ്പിനെ കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കാനുണ്ട്. ഇറ്റലിയിൽ രേഖകളില്ലാതെ കഴിയുന്നവർ. ചിലർ അറൈവലാണ്, ചിലർ അസൈലം അപ്ലൈ ചെയ്യാത്തവർ, ചിലർ അപ്ലൈ ചെയ്തിട്ടും റിജക്റ്റ് ആകാത്തവർ. ഇവർക്ക് ലീഗൽ സ്റ്റാറ്റസ് ഇല്ല. അതായത് ഇവർക്ക് ലീഗലി വർക്ക് ചെയ്യാൻ പാടില്ല. ഹെൽത്ത് കെയർ, സോഷ്യൽ ബെനിഫിറ്റ് ആക്സസുകളെല്ലാം കുറവാണ്. ഇനി പുതിയ ലോ പ്രകാരം ഇല്ലീഗൽ റെസിഡൻസിൽ പിടിക്കപ്പെട്ടാൽ ഡീപ്പോർട്ടേഷൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇറ്റലിയിലെ ലീഗൽ എൻട്രി വഴികൾ കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. വീഡിയോകളുടെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതാണ്, കണ്ടു നോക്കുക.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. ഇറ്റലിക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇല്ലീഗൽ വഴി തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും അത് അപകടകരം തന്നെയാണ്. അതുകൊണ്ട് ലീഗൽ വഴി മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ലീഗലായിട്ട് നിങ്ങൾ എത്തുമ്പോൾ എപ്പോഴും സുരക്ഷിതമായിരിക്കും. നിങ്ങൾക്ക് ജോലി ചെയ്യാം, ഹെൽത്ത് കെയർ, സോഷ്യൽ ബെനിഫിറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു. പിന്നെ ഡിപ്പോർട്ടേഷനെ കുറിച്ചൊരു പേടിയേ വേണ്ട. സങ്കീർണതകൾ ഒഴിവാക്കാൻ ലീഗൽ വഴിയിലൂടെ തന്നെ പോവുക. ഇത് തന്നെയാണ് നിങ്ങളുടെ സുരക്ഷയും അവകാശവും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതർച്ചി.